അല്ല, സീരിയസ്ലി, വടിയായി മാറിയ മനുഷ്യൻ എന്നൊക്കെ ആരെങ്കിലും ഒരു നാടകത്തിന് പേരിടുമോ? എനിക്ക് കേട്ടിട്ട് തന്നെ ചിരി വരുന്നു. ബെൻ, ഹേയ്, അതാണ് കോബോ ആബയുടെ ഒരു സ്റ്റൈല്. ഏറ്റവും സാധാരണയല്ലാത്തൊരു ഐഡിയയിൽ നിന്നായിരിക്കും പുള്ളി തുടങ്ങുന്നത്. മായ, അത് ശരിയാ. പക്ഷെ എനിക്ക് ആദ്യമൊന്നും കത്തിയില്ല. ഒരു മനുഷ്യൻ എങ്ങനെയാ ഒരു വടിയായിട്ട് മാറുന്നത്? നല്ലൊരു ചോദ്യമാണ് മായ ചോദിച്ചത്. എന്തുകൊണ്ട്? ഈ ഒരൊറ്റ ചോദ്യത്തിലാണ് കോബോ ആബയുടെ ഈ മുഴുവൻ നാടകവും നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ചർച്ചയിലൂടെ അതിന്റെ ഉത്തരമൊന്ന് കണ്ടുപിടിക്കാൻ നോക്കാം. അപ്പോൾ കഥയുടെ തുടക്കം തന്നെ ഭയങ്കര വിചിത്രമായിട്ടാണ്. ആകാശത്തു നിന്നും ഒരു കാരണവുമില്ലാതെ ഒരു വടി നേരെ താഴേക്ക് വീഴുന്നു. അതെ, ഒരു ഡിപ്പാർട്ട്മെന്റ് സ്റ്റോറിന്റെ ഫ്രണ്ടിലുള്ള ഒരു തിരക്കുള്ള സ്ട്രീറ്റിലാണ് സീൻ. നല്ല ചൂടുള്ള ഒരു ഞായറാഴ്ച ഉച്ച. ലോകത്ത് എന്ത് നടന്നാലും എനിക്കൊന്നുമില്ല എന്ന മട്ടിലിരിക്കുന്ന ഒരു ഹിപ്പി ബോയുടെയും ഗേളിന്റെയും അടുത്തേക്കാണ് ഈ വടി വന്നു വീഴുന്നത്. അവർക്കതിൽ വലിയ കാര്യമൊന്നും തോന്നുന്നില്ല. ശരിക്കും പറഞ്ഞാൽ ഇത് പ്രൊക്രാസ്റ്റിനേഷന്റെ വേറെ ലെവലാണ്. ആകാശത്തുനിന്ന് എന്തോ ഒരു മിസ്റ്റീരിയസ് വടി വീഴുന്നു, എന്നിട്ട് അവരത് വെച്ച് പുറം ചൊറിയുന്നു. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ചിലപ്പോൾ അത് വലിയ എന്തെങ്കിലും രഹസ്യത്തിന്റെ ഭാഗമായിരുന്നെങ്കിലോ? പക്ഷെ വേണ്ട, ചൊറിച്ചിലായിരുന്നു പ്രധാനം. ഹോസ്റ്റ്, ഈ ഹിപ്പികൾ വടിവെച്ച് ചൊറിഞ്ഞും തട്ടിക്കളിച്ചും ഇരിക്കുമ്പോൾ വേറെ രണ്ടുപേര് ഇവരെ ദൂരെ നിന്ന് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അതാണ് കഥയിലെ അടുത്തൊരു ട്വിസ്റ്റ്. അതെ, അവരെ എർത്ത് ഡ്യൂട്ടി സ്ക്വാഡ് എന്നാണ് പറയുന്നത്. ബേസിക്കലി നരകത്തിൽ നിന്നുള്ള ഒഫീഷ്യൽസാണ്. മരിച്ച് വടി പോലത്തെ ഒബ്ജക്ട്സായി മാറിയ മനുഷ്യരെ കളക്ട് ചെയ്ത് കൊണ്ടുപോവുക, അതാണ് അവരുടെ ഡ്യൂട്ടി. സിമ്പിളായി പറഞ്ഞാൽ നരകത്തിലെ HR ഡിപ്പാർട്ട്മെന്റ്. ഒരാൾ തന്റെ ജോലി രാജിവെച്ച് വടിയായി മാറിയാൽ വന്ന് എക്സിറ്റ് ഫോർമാലിറ്റീസൊക്കെ കംപ്ലീറ്റ് ചെയ്യുന്ന ടീം. അതെ, ഇവിടെയാണ് ഒരു ചെറിയ കോൺഫ്ലിക്റ്റ് വരുന്നത്. നരകത്തിൽ നിന്നുള്ള ഓഫീസർ വടി തിരികെ ചോദിക്കുമ്പോൾ ഹിപ്പി പയ്യൻ അത് കൊടുക്കാൻ തയ്യാറാവുന്നില്ല. അവനതിന് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല, വെറുതെ ഒരു അതോറിറ്റിയോട് കാണിക്കുന്ന ഒരുതരം പൊള്ളയായ എതിർപ്പ്, അത്രയുള്ളൂ. ബെൻ, അവസാനം അവന്റെ ആ എതിർപ്പൊന്നും അധികനേരം നിന്നില്ല. അവൻ ആ വടി വിറ്റു, വെറും $5. വെറും $5. ഇന്നത്തെ കാലത്ത് ഒരു സ്റ്റാർബക്സ് കോഫിക്ക് പോലും തികയില്ല. ഒരു മനുഷ്യന്റെ ആത്മാവിനെയാണ് അവനൊരു ലാറ്റയുടെ വിലയ്ക്ക് വിറ്റത്. ഇത് നമ്മുടെ ഇന്നത്തെ വാല്യൂസിനെക്കുറിച്ചാണ് ശരിക്കും പറയുന്നത്. എല്ലാത്തിനും എന്ത് വിലയില്ലാതായി. അപ്പോ ഈ വടിക്ക് എന്താണ് ഇത്ര പ്രത്യേകത? എന്തുകൊണ്ടാണ് നരകത്തിൽ നിന്ന് ആളുകൾ ഇത് അന്വേഷിച്ചു വരുന്നത്? ബെൻ, എന്താണ് ആ വടിയുടെ യഥാർത്ഥ കഥ? ആ വടിയുടെ പിന്നിൽ ശരിക്കും ഒരു ട്രാജഡിയുണ്ട്. അതൊരു അച്ഛനായിരുന്നു. പുള്ളി തന്റെ ചെറിയ മോന്റെ കൂടെ ഒരു ഡിപ്പാർട്ട്മെന്റ് സ്റ്റോറിന്റെ റൂഫ് ടോപ്പിൽ നിൽക്കുകയായിരുന്നു. താഴെയുള്ള ആൾക്കൂട്ടത്തെ നോക്കി നിന്നപ്പോൾ അയാൾക്ക് വല്ലാത്തൊരു ഏകാന്തത തോന്നി. അയാൾക്ക് താൻ ഈ ലോകവുമായി ബന്ധമില്ലാത്തൊരാളായി തോന്നി. അങ്ങനെ അയാൾ ഒരു വടിയായി മാറി താഴേക്ക് വീണു. ആ മോൻ ഇപ്പോഴും താഴെ തെരുവിൽ അച്ഛനെ അന്വേഷിച്ച് നടക്കുന്നുണ്ട്. ഇവിടെയാണ് കാര്യങ്ങൾ കുറച്ചുകൂടി കോംപ്ലക്സ് ആവുന്നത്. നരകത്തിൽ നിന്ന് വന്ന 2 ഒഫീഷ്യൽസിനും വടിയെക്കുറിച്ച് 2 കാഴ്ചപ്പാടുകളാണ്. ആ സ്ത്രീക്ക് വടിയോട് തരം സഹതാപമുണ്ട്. അതിലുള്ള പാടുകളൊക്കെ ആ മനുഷ്യന്റെ വേദനയുടെ അടയാളങ്ങളായിട്ട് അവൾ കാണുന്നു. പക്ഷെ പുരുഷൻ അതിനെ പുകഴ്ത്തുകയാണ്. പുള്ളിയുടെ കണ്ണിൽ ആ പാടുകളൊക്കെ അതിന്റെ യൂസ്ഫുൾനെസ്, അതിന്റെ വിധേയത്വം, ഇതിൻ്റെയൊക്കെ തെളിവാണ്. അതായത് ഹ്യൂമാനിറ്റിയും എഫിഷ്യൻസിയും തമ്മിലുള്ള ഒരു ക്ലാഷാണിത്. അതെ, ആ ഓഫീസർ പറയുന്നത് ഒരു വടിയുടെ ഏറ്റവും വലിയ ക്വാളിറ്റി അതിന്റെ ഉപയോഗക്ഷമതയാണെന്നാണ്. അതിന് പരാതികളില്ല, ചോദ്യങ്ങളില്ല, എതിർപ്പുകളില്ല. എന്താവശ്യത്തിനും ഉപയോഗിക്കാം. അതൊരു പെർഫെക്റ്റ് ടൂളാണ്. അതെ, അവിടെയാണ് ഈ നാടകത്തിന്റെ മെയിൻ ഐഡിയ വരുന്നത്. ഒരു മനുഷ്യവടിയെന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ട് ചിന്തയോ ആഗ്രഹങ്ങളോ വ്യക്തിത്വമോ ഇല്ലാതെ സമൂഹം എന്തു പറയുന്നുവോ അതനുസരിച്ച് ജീവിക്കുന്ന ഒരാളാണ്. അവർ സൊസൈറ്റിക്ക് വളരെ യൂസ്ഫുള്ളായ ഒരു ഉപകരണം മാത്രമായി ഒതുങ്ങുന്നു. ഓ, അപ്പൊ അതാണല്ലേ സംഭവം. ഇപ്പോഴാണ് എനിക്ക് മുഴുവനായിട്ട് കണക്റ്റായത്. അപ്പോ ഈ മനുഷ്യവടി എന്ന ആശയം നമുക്ക് മനസ്സിലായി കഴിയുമ്പോൾ നാടകം നമ്മളെ ഞെട്ടിക്കുന്ന ഒരു കണക്കിലേക്ക് കൊണ്ടുപോവുകയാണ്. അപ്പോ നമ്മുടെ മനസ്സിലൊരു ചോദ്യം വരും. ഇങ്ങനെ വടിയായി മാറുന്നത് എന്തെങ്കിലും വലിയ തെറ്റ് ചെയ്തവർക്ക് കിട്ടുന്ന ശിക്ഷയാണോ, അതോ ഇതൊരു സാധാരണ സംഭവമാണോ? ക്ലോയി, മിക്കവാറും ജീവിതത്തിൽ ഒരുപാട് പ്രശ്നമുണ്ടാക്കിയവർക്ക് കിട്ടുന്ന ഒരു സ്പെഷ്യൽ പണിഷ്മെന്റ് ആയിരിക്കും, അല്ലേ? എന്ത്? 98.4%? തമാശയാണോ? അയ്യോ, ഇത് വിശ്വസിക്കാനേ പറ്റുന്നില്ല. അതെ, അതാണ് അതിലെ ഏറ്റവും പേടിപ്പെടുത്തുന്ന കാര്യം. വടിയായി മാറുന്നത് ഒരു റെയർ സംഭവമൊന്നുമല്ല. അതാണ് മെജോറിറ്റി ആളുകളുടെയും വിധി. കാരണം അവർ ജീവിച്ചിരുന്നപ്പോൾ തന്നെ ഒരു വടി പോലെയായിരുന്നു. സ്വന്തമായ ഒരു തീരുമാനവുമില്ലാതെ മറ്റുള്ളവർക്ക് വേണ്ടി മാത്രം ജീവിച്ചതുകൊണ്ട് അവരെ മരിച്ചതിനുശേഷം പ്രത്യേകിച്ച് വിധിക്കേണ്ട ആവശ്യമില്ല. അവരുടെ ജീവിതം തന്നെയായിരുന്നു അവരുടെ ശിക്ഷ. ഹോസ്റ്റ്, ഈ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലിന് ശേഷം നാടകം അതിന്റെ അവസാന ഭാഗത്തേക്ക് നീങ്ങുവാണ്. ഇവിടെ ചോദ്യം നമ്മൾ ഓരോരുത്തരുടെയും നേർക്ക് വരുന്നു. മായ, നാടകത്തിന്റെ അവസാനം
നരകത്തിൽ നിന്നുള്ള ആ ഒഫീഷ്യൽസ് നേരെ ഓഡിയൻസിനെ നോക്കി പറയുന്ന ഒരു ഡയലോഗാണിത്. അവർ നമ്മളോടാണ് സംസാരിക്കുന്നത്. ഈ ലോകം മുഴുവൻ ഇപ്പോ വ്യക്തിത്വം നഷ്ടപ്പെട്ട, ഒരേ അച്ചിൽ വാർത്ത പോലുള്ള വടികൾ കൊണ്ട് നിറഞ്ഞ ഒരു കാടായി മാറിയിരിക്കുന്നു എന്നാണ് അവർ പറയുന്നത്. ഏറ്റവും ട്രാജിക്കായ ഭാഗം അതാണ്. ആ വടിയുടെ ഉള്ളിലൊരു ബോധമുണ്ട്. ആ മനസ്സ് ഉള്ളിലിരുന്ന് നിലവിളിക്കുന്നുണ്ട്, ഞാൻ ഈ ജീവിതത്തിൽ ഹാപ്പിയായിരുന്നില്ല, എനിക്ക് എന്റേതായ ഇഷ്ടങ്ങളുണ്ടായിരുന്നു എന്നൊക്കെ. പക്ഷെ പുറം ലോകത്തോട് സംസാരിക്കാൻ പറ്റാതെ അതൊരു മരക്കഷ്ണം മാത്രമായി ഒതുങ്ങിപ്പോയി. മറ്റുള്ളവരെ പേടിച്ച് ജീവിക്കുന്നതിന്റെ ഏറ്റവും വലിയ ദുരന്തം അതാണ്. നമ്മുടെ ഉള്ളിലെ ശബ്ദം ആരും കേൾക്കാതെയാവും. അപ്പോൾ ഈ നാടകം അവസാനം നമ്മൾ ഓരോരുത്തരോടും ചോദിക്കുന്ന ചോദ്യം ഇതാണ്: നമ്മുടെ ജീവിതം ശരിക്കും നമ്മുടേത് തന്നെയാണോ, അതോ നമ്മളും പതുക്കെ സമൂഹത്തിന് ഉപയോഗമുള്ള ഒരു ഉപകരണം മാത്രമായി മാറിക്കൊണ്ടിരിക്കുകയാണോ? ഈ ചോദ്യം സ്വയം ചോദിക്കാനായി വിട്ടുകൊണ്ട് നമ്മുടെ ഈ ചർച്ച ഇവിടെ നിർത്തുന്നു. ഒന്ന് ചിന്തിച്ചു നോക്കുക.